ക്യാൻസർ രോഗത്തിനെതിരെയുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റേജും ഏത് തരം ക്യാൻസറാണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയിട്ടാണ് അതിൻ്റെ ചികിത്സാ രീതികൾ ഒരു ഓങ്കോളജിസ്റ്റ് തീരുമാനിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു സമയം, ഈ ഒരു ഇറ എന്ന് പറയുന്നത് മെഡിക്കൽ ഓങ്കോളജിയിൽ ഒരുപാട് അഡ്വാൻസസ് സംഭവിക്കുന്ന ഒരു ഇറയാണ്, ഒരു കാലമാണ് ഇത്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ക്യാൻസറുടെ ചികിത്സയിൽ ഉപയോഗിക്കുന്നത് കീമോതെറാപ്പി ഉപയോഗിക്കാറുണ്ട്, റേഡിയേഷൻ തെറാപ്പി, സർജറി, ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം തന്നെ ക്യാൻസറിൻ്റെ ചികിത്സയ്ക്കായി നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതെല്ലാം ഇന്ത്യയിൽ ലഭ്യവുമാണ്, നമ്മൾ കൊടുക്കാറുള്ള ട്രീറ്റ്മെൻറ്റുമാണ്. നമ്മളൊരു ഉദാഹരണത്തിൽ നമ്മളിപ്പം ബ്രസ്റ്റ് ക്യാൻസറിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ചികിത്സ വരുന്നത്. എല്ലാ സ്റ്റേജിലും കീമോതെറാപ്പി വേണ്ടി വരുന്നത് പോലുമില്ല. ഒന്നാമത്തെ സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സർജറി വെച്ച് അതിനുശേഷം റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് മാത്രം ചെയ്ത് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് മാത്രം കൊടുത്ത് അങ്ങനെയെല്ലാം ചികിത്സ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 4ാമത്തെ സ്റ്റേജിലുള്ള ക്യാൻസർ ആണെങ്കിൽ പോലും നമുക്ക് കീമോതെറാപ്പി ഇല്ലാതെ ക്യാൻസറിൻ്റെ ചികിത്സ ചെയ്യാനായിട്ട് സാധിക്കുന്നു. വേറെ ചില ക്യാൻസേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലിവർ ക്യാൻസർ. ലിവർ ക്യാൻസറിന് കീമോതെറാപ്പി വർക്കാകുകയില്ല. ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ഇങ്ങനെയുള്ള ചികിത്സാ രീതികളാണ് നമ്മൾ ലിവർ ക്യാൻസറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെയാണ് കിഡ്നി ക്യാൻസർ. കിഡ്നി ക്യാൻസർ ആണെങ്കിലും സർജറി ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളാണെങ്കിൽ സർജറി ചെയ്യുകയും മറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, ഇങ്ങനെയെല്ലാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് നിരവധി ക്യാൻസേഴ്സിന് ഉപയോഗിച്ച് വരുന്നു. ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഗർഭാശയ മുഖ ക്യാൻസർ, ഇതിനെല്ലാം തന്നെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഓരോ ഘട്ടത്തിലും നമ്മൾ ഒരു എല്ലാ ഓങ്കോളജിസ്റ്റ്, അതായത് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, സർജിക്കൽ ഓങ്കോളജിസ്റ്റ്, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്, ഇവരെല്ലാം ചേർന്ന് ഒരു ബോർഡ് കൂടിയിട്ടാണ് യൂഷ്വലി ഒരു ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത്. ഇങ്ങനെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് വഴിയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തീരുമാനിച്ച് രോഗിക്ക് അത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം വൻകുടലിലെ ക്യാൻസർ ആണെങ്കിൽ സർജറി ആദ്യം ചെയ്തു കഴിഞ്ഞാൽ ചില അവസ്ഥകളിൽ കീമോ വേണ്ടി വരുന്നു. ഈ കീമോതെറാപ്പി തന്നെ ചിലപ്പോൾ 6 മാസത്തെ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ദൈർഘ്യം കൂടിയ കീമോതെറാപ്പിയും ആയിരിക്കാം. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഓരോ സ്റ്റേജും ഓരോ സ്വഭാവം അനുസരിച്ച് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വ്യത്യാസങ്ങളുണ്ട്. ഒത്തിരി നൂതനമായ അഡ്വാൻസസും ഈ ഫീൽഡിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം ലഭ്യവുമാണ്, ആക്സസിബിൾ ആണ് എല്ലാവർക്കും ഇത്തരം ചികിത്സാ രീതികൾ.